ഈ 1000-1500 SKU അസോർട്ട്മെന്റിൽ നിന്ന് 10,000-15,000 പോകാൻ പോവാ. ഇവരുടെ ഗെയിം പ്ലാൻ തന്നെ മാറി തുടങ്ങി. അപ്പൊ ആ 10,000-15,000 പോകുമ്പോൾ ഇൻഡിവിജ്വൽ ഡാർക്ക് സ്റ്റോറിൽ ഇപ്പോൾ 1,000-1,500 ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അത് മാറില്ല എന്ന് വെച്ചാൽ അവരുടെ ഇതുണ്ട്. പക്ഷെ അവർ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വെയർ ഹൗസ് എടുത്തിട്ട് 2 hour 1.5 hour ഡെലിവറി ഓപ്ഷൻ കൂടെ കൊടുക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ ഒരു മോഡലിലേക്കാണ് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവർ ബേസിക്കലി ആമസോണിനൊക്കെ ശരിക്കും ഹിറ്റ് ചെയ്യും. ക്വിക്ക് കൊമേഴ്സ് അല്ല, ഈ ക്വിക്ക് കൊമേഴ്സ് തന്നെ there is a 10-minute segment and a 2 hour segment അല്ലെങ്കിൽ 1.5 hour segment ആവും. Which will have a larger lead time where maybe they will take it to the dark store and the dark store delivers. I don't know മോഡൽ എന്തായിരിക്കും എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ അവര് മൾട്ടി ലെയർഡ് ചെയ്യാൻ പോകും. അപ്പൊ എല്ലാവർക്കും പ്രൊഡക്ട്സ് കയറ്റാൻ പറ്റും. അപ്പൊ ഇ കോമേഴ്സ് അവർക്ക് ഇപ്പം ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്റെ പോലും ഞങ്ങൾക്ക് വന്ന ആ മാനേജറിന്റെ എൻക്വയറി ഇങ്ങനെ വരാൻ കാരണം അവർ സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വിസിബിലിറ്റി കണ്ടിട്ട് അത് ഓർഗാനിക് ആയിട്ട് വന്ന. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്റ്റോറിലൊക്കെ നമുക്ക് 18-20% സ്ക്വാഡിന് കാറ്റഗറി സെയിൽ ഉണ്ട്. ലിക്വിഡ് ഡിറ്റർജന്റ് കാറ്റഗറിയിൽ 18-20% വോളിയൂം സെയിൽ ഉണ്ട്. പ്രൈസ് നമ്മൾ കുറവാണ്, ചിലപ്പം വാല്യൂല് ചിലപ്പം കുറവുണ്ടാവും. അപ്പം അതുള്ളത് അവർ വിസിബിൾ ആയതുകൊണ്ട് ഇൻബൗണ്ട്. അപ്പൊ റീജിയണൽ ബ്രാൻഡ്സിനെ അവർ എടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ നോക്കണത് വാട്ട് ഡു യു തിങ്ക് നിങ്ങളൊരു ലാർജസ്റ്റ് കാറ്റഗറി ക്വിക്ക് കൊമേഴ്സ് ആയിട്ട് മാറുമോ in coming this many years? I think for a brand like us, where GT എന്ന് വെച്ചാൽ ജനറൽ ട്രേഡ്, കിരാണ സ്റ്റോറും സൂപ്പർ മാർക്കറ്റ്സും ചെറിയ സൂപ്പർ മാർക്കറ്റ്സും നമുക്കത് ക്രാക്ക് ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും ബാക്കി റീജിയൻസിൽ നമ്മൾ പോയി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആ ലെവലിൽ ഡെപ്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്വിക്ക് കോമേഴ്സ് ഇഫ് ദേ ഗിവ് us an opportunity will be our biggest category in 2-3 years, along with modern trade, because all the modern stores like Lulu and Nesto are also expanding. And as they expand, because we have good relationship and good offtake in these stores, നമുക്ക് അവിടെ നിന്നും സെയിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മോഡേൺ ട്രേഡും ക്വിക്ക് കോമേഴ്സ് ആയിരിക്കും നമുക്ക് ഹയസ്റ്റ്. പക്ഷേ ക്വിക്ക് കോമേഴ്സിന്റെ ഗ്രോത്ത് കണ്ടിട്ട് ക്വിക്ക് കോമേഴ്സ് ക്യാൻ വെരി വെൽ നമ്മുടെ ടോപ്പ് കാറ്റഗറി ആവാൻ നല്ല സ്കോപ്പ് ഉണ്ട്.